ഫാമിലി വ്ളോഗിങ്ങിലൂടെ മീഡിയയിൽ വളരെ പോപ്പുലറായ ഫാമിലി ആയിരുന്നു മല്ലു ഫാമിലി. ദിവസം മുന്നെയാണ് മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും തമ്മിൽ പിന്നാലെ സുജിൻ പറയുകയുണ്ടായി, ഇത് എന്റെ ഈ വിഷയവുമായിട്ടുള്ള അവസാനത്തെ പോസ്റ്റ് ആണെന്നും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരികയില്ലെന്നും ഞാനും പൊന്നൂസും കൂടി ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ ഡിവോഴ്സ് എന്നും സുജിൻ പറഞ്ഞു. മുൻപും മല്ലു ഫാമിലിയിൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നുള്ള വീഡിയോകൾ ഇരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ ഒന്നാകുകയും ചെയ്തു. ഇവർ നിയമപരമായി തന്നെ ഡിവോഴ്സ് ആവുകയും ചെയ്തിരിക്കുകയാണ്. ഈ ദിവസമായിരുന്നു സുജിന്റെയും നിതയുടെയും മൂത്ത കുഞ്ഞിന്റെ ബർത്ത്ഡേ. കേക്ക് കട്ടിംഗ് വീഡിയോ നിത മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. താഴെ നിരവധി കമന്റുകളാണ് നിറഞ്ഞത്. സുജിനും പൊന്നൂസിനും കൂടെ എന്തുകൊണ്ട് ഈ ഒരു തീരുമാനമെടുത്തു? കുട്ടികൾ അവർ വിഷമിക്കില്ലേ? അച്ഛനില്ലാതെയാണ് സുജിൻ വളർന്നത്. അതേ സാഹചര്യം തന്നെ സുജിന്റെ മക്കൾക്കും ഉണ്ടായല്ലോ. സുജിന്റെ അമ്മയ്ക്ക് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ എന്നിങ്ങനെയൊക്കെയായിരുന്നു കമന്റുകൾ. കുറച്ചു കഴിയും മുന്നേ തന്നെ ഫ്രണ്ട്സിനുള്ള മറുപടിയുമായി സുജിൻ പൊട്ടിത്തെറിച്ച് വരികയാണ് ഉണ്ടായത്. ഒന്നും അറിയാതെ നിങ്ങൾ ഇങ്ങനെ കമന്റുകൾ ചെയ്യരുത്. അമ്മയെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു റിപ്ലൈ ചെയ്യുന്നതെന്നും ഒരു ടോപ്പിക് ഞാൻ അവസാനിപ്പിക്കാം എന്ന് കരുതുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല എന്നുമായിരുന്നു സുജിന്റെ മറുപടി. സെന്റിമെന്റ്സ് കാണിച്ച് വീഡിയോകൾ ചെയ്യുന്നത് എന്തിനാണ്? സെന്റിമെന്റ്സ് ചെയ്യാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടൊന്നുമല്ല. ടോപ്പിക്ക് ഇനിയും എടുത്തിടണ്ട എന്ന് കരുതി മാത്രമാണ്. അറിയാമല്ലോ അമ്മ ഇതിൽ ഒരു തെറ്റുകാരിയുമല്ല എന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബാഡ് കമന്റ് അമ്മയെ പറ്റി വരുമ്പോൾ ഇവൾ മറുപടി നൽകുന്നില്ല? ആ കമന്റുകൾ എന്തുകൊണ്ട് ഇവൾ ഡിലീറ്റ് ആക്കുന്നില്ല എന്നൊക്കെയായിരുന്നു സുജിന്റെ പ്രതികരണം. പോലുള്ള സെന്റിമെന്റ്സ് വീഡിയോ പേരിലാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് സുജിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട്. അതിന് പിന്നാലെ പൊന്നൂസിന്റെ മറുപടിയും പൊന്നൂസ് പോസ്റ്റ് ചെയ്തു. ഇന്നലെ യാത്രയിലായിരുന്നതിനാൽ ഈ പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടതല്ല. അപ്പോൾ മാത്രമാണ് ഞാൻ ഈ പോസ്റ്റും കമന്റ്സുകളും കാണുന്നത്. ഞാനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മയും ചേച്ചിയും തെറ്റുകാരല്ല. അവർ എന്നെ അന്ന് സ്വീകരിച്ച പോലെ തന്നെയാണ് ഇന്നും കാണുന്നത്. ഇപ്പോഴും അമ്മയും ചേച്ചിയുമായിട്ട് ഞാൻ നല്ല കോണ്ടാക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ഇതുപോലെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്നും ദയവ് ചെയ്ത് പ്രശ്നത്തിലേക്ക് അമ്മയെയും ചേച്ചിയെയും വലിച്ചിടരുതെന്നും ആയിരുന്നു നിതയുടെ പോസ്റ്റ്.